എൻ്റെ മീറ്റർ വരെ പോയി. ടയർ ഞാൻ പറഞ്ഞില്ലേ ചെയ്യാതെ ഇതേപോലെ റിലയബിലിറ്റി തരുന്ന ഒരു വണ്ടി ഉണ്ടെങ്കിൽ നമ്മളൊരു പടക്കുതിര തന്നെയായിരുന്നു. ഈ കൊറോണ സമയത്തൊക്കെ ഇതിൽ നമ്മൾ പോവാത്ത സ്ഥലങ്ങളില്ല ഒന്നും. ആ തൊലിഞ്ഞ വാക്സിൻ എടുത്തതിന് ശേഷമാണെങ്കിൽ എനിക്ക് പനി വരാത്ത ദിവസങ്ങളില്ല. എനിക്ക് വെഞ്ഞാറോട് ഒത്തിരി പോകുന്നത് ഇഷ്ടമല്ല, പേര് കേൾക്കുന്നത് ഇപ്പോൾ ഇഷ്ടമല്ല. നമ്മൾ FC കുറേ നാളുകൾക്ക് ശേഷം പുറത്തിറക്കിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു 5-8 മാസമാവും. നിങ്ങൾ മുമ്പ് ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഒരു FC കോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ ഫസ്റ്റ് ഡേ തന്നെ സ്റ്റാർട്ടാവുന്നത്. അതിനുശേഷം വണ്ടി എടുത്തിട്ടേ ഇല്ല. അതിനുശേഷം എത്ര നാളായെന്ന് എനിക്കറിയാൻ വയ്യ. അത് കുറച്ച് വൈറലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിന് കഴിഞ്ഞ് കുറേ ആൾ കഴിഞ്ഞാണ് ഈ വണ്ടി ഇപ്പോൾ പുറത്തിറക്കുന്നത്. കണ്ടീഷനൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും, വളരെയധികം ദയനീയമാണ്. കുറച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് ഇതൊക്കെ ഒന്ന് കഴിവേതേ ഉള്ളൂ. ഇപ്പോൾ ബാക്ക് ടയറൊക്കെ പക്കാ മുട്ടയാണ്. പിന്നെ കണ്ടീഷൻ കണ്ടറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഒരു കണ്ടീഷനിലായത്, എന്തുകൊണ്ട് ഈ വണ്ടി എടുക്കുന്നില്ല? പിന്നെ കുറച്ച് പരിപാടിയുണ്ട്. എന്തായാലും നമ്മളിൻ്റെ ബാക്ക് ടയർ മാറുന്നുണ്ട്. ബാക്ക് ടയറും മാറണം. അതേപോലെ തന്നെ കുറച്ച് ഇത് ഫുള്ളായിട്ട് നമ്മൾ എന്തായാലും ഇപ്പോൾ റീസ്റ്റോർ ചെയ്യുന്നില്ല. അതിന് കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ വണ്ടിയായിട്ട് കുറേ ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ള വണ്ടിയാണ് നമുക്ക് വണ്ടിയുടെ ഓണറായിട്ട് നിൽക്കുന്നത്. എന്തായാലും ഞാൻ നിർപ്പഞ്ച് ടയർ മാറിയിട്ട് സ്പ്രോക്കറ്റ് നമ്മളുണ്ടെങ്കിൽ സ്പ്രോക്കറ്റൂടെ മാറണം. ബാക്കി ഇനി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഞാൻ പറഞ്ഞില്ലാണ്ട് ഇതിൻ്റെ മീറ്റർ വരെ പോയി. അന്ന് ഞാൻ സ്റ്റാർട്ടാക്കാൻ നേരത്ത് മീറ്ററൊക്കെ എന്തായാലും ഉണ്ടായിരുന്നു. ഇപ്പോൾ മീറ്ററും പോയി. ഞാൻ ഇതൊക്കെ പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. അതിന് ശേഷം വണ്ടി ഇത്രയും നാളെടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ വണ്ടി എടുക്കാൻ നേരത്താലും ഫസ്റ്റ് അടി ചെറിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് അടി തന്നെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ മീറ്റർ പോലും വർക്കാവുന്നില്ല. പിന്നെ ഇത്ര നാൾ കയറ്റി വെച്ചതിനിടയ്ക്ക് സ്റ്റാർട്ട് പോലും ആക്കിയില്ല. അന്ന് ഒരു സ്റ്റാർട്ടാക്കിയാൽ മാത്രമേ ഉള്ളൂ. എന്നിട്ടും ഈ ഒരു വണ്ടി ഫസ്റ്റ് അടിയിൽ തന്നെ എടുക്കും. ഒരു പക്ഷേ അത് ഇഞ്ചക്ടർ ഉള്ളതുകൊണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ ഒരുപാട് എഫ്സികളൊക്കെ എടുക്കാത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ കണ്ടീഷൻ ഇങ്ങനെ ആവാത്ത മെയിൻ കാര്യം എന്ന് വെച്ചാൽ വണ്ടിയുടെ ഓണർ അബ്രോഡാണ് ജോലി ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ ഞാൻ ഇത് വീട്ടിൽ എടുത്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാലും 2 വണ്ടിയുടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഇതെനിക്കില്ല. അതുകൊണ്ടാണ് ഈ വണ്ടി ഈ ഒരു കണ്ടീഷനോട് എത്തുന്നത്. കുറേ പേരൊക്കെ പറഞ്ഞായിരുന്നു വണ്ടി നോക്കാൻ കഴിയില്ലെങ്കിൽ എടുക്കരുതെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് വെച്ചേക്കുന്നത്. പിന്നെ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഇതിൻ്റെ ഓണറിൻ്റെ അമ്മയുണ്ട്. ഇതിൽ ആട്ടിനെ പറ്റി പശുവിനൊക്കെ കെട്ടിയിടാറുണ്ട് പതിവ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മളിപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേറൊരു സ്കൂട്ടിയും കൂടെ എടുത്തായിരുന്നു. അപ്പോൾ പിന്നെ ഗൾഫിൽ നിന്നൊക്കെ വന്നതിന് ശേഷം സ്കൂട്ടിയാണ് വണ്ടിയിൽ. അങ്ങനെയാണ് ഈ വണ്ടി അവിടെ ഇരിപ്പായത്. ഇരുന്ന് ചെറിയ പണികളൊക്കെ ആയി അങ്ങ് അവിടെ ഇരിക്കുകയാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു വണ്ടി ഏത് കണ്ടീഷനിലായാലും ഫസ്റ്റ് അടി തന്നെ സ്റ്റാർട്ട് ആവും, ഓടുകയും ചെയ്യും. പിന്നെ ഏതൊരു കണ്ടീഷനിൽ എത്ര മെയിൻറ്റെയിൻ ചെയ്താലും ഇതിനൊരു 50 അടുപ്പിച്ച മൈലേജും ഉണ്ട്. കാരണം നമ്മൾ എപ്പോഴും ഒരേ രീതിയിലാണ് പെട്രോൾ ചെയ്യുന്നത്. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പണ്ടൊരു റീലുണ്ടായിരുന്നു, പെട്രോളിൻ്റെ വില കൂടിയതിനെ പറ്റി എന്താ നിങ്ങൾക്ക് അഭിപ്രായമെന്ന്. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു അന്ന് ഞാൻ 50 രൂപയ്ക്ക് അടിക്കും, ഇന്ന് 50 രൂപയ്ക്ക് അടിക്കും. എൻ്റെ അടുത്ത് ആരും 1 രൂപയും കൂടിച്ച് വെച്ചിരുന്നു. ആ ഒരു സെയിം സെറ്റപ്പാണ് ഇതിലും. പിന്നെ ഇതൊരു വണ്ടിയുടെ കാര്യത്തിൽ ടൊയോട്ട എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം എൻ്റെ വണ്ടിയൊക്കെ ആണെങ്കിൽ തന്നെ ഞാൻ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പക്കാ റിലയബിളാണ്. പക്ഷേ ഇത്രയും മെയിൻ്റെനൻസ് ചെയ്യാതെ ഇതേപോലെ റിലയബിലിറ്റി തരുന്നൊരു വണ്ടി ഉണ്ടെങ്കിൽ അത് ഞാൻ ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. കാരണം ഒരു സർവീസും ഒന്നും ചെയ്തിട്ടില്ല, ചുമ്മാ എടുക്കുന്നു ഓടുന്നു. പെട്രോൾ മാത്രം അടിക്കാൻ തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നത് നല്ല കാര്യമല്ല. പക്ഷേ ഓണർ ഒരു സ്ഥലത്തില്ലാത്തപ്പോൾ ആവശ്യമില്ല, മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആവശ്യമില്ല. പിന്നെ ഈ വണ്ടി നമ്മൾ ഈ ഒരു റോട്ടിൽ കൂടെ ഓടിക്കുന്നതിന് പതുക്കെ ഓടിക്കുന്ന കാര്യം കോൺസെപ്റ്റ് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ വണ്ടി സ്റ്റെബിലിറ്റി ചെറിയ ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ മെയിൻ റോട്ടിൽ കൂടെ ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കൈ കൊടുത്തിട്ട് പോകുന്ന വെച്ചാൽ 50-60 പോയാലും വണ്ടി നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് റോങ് സൈഡ് വരെ കയറി പോകും. അമ്മാതിരി ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഹാൻഡിൽ ബെൻഡ് ഉണ്ട്. അതൊന്നും ശരിയാക്കുന്നത് നമ്മൾ എന്തായാലും ഫസ്റ്റ് പോയി ടയർ മാറണം. പിന്നെ ഈ ഒരു വണ്ടി നമ്മളൊരു പടക്കുതിര തന്നെയായിരുന്നു. ഈ കൊറോണ സമയത്തൊക്കെ ഇതിൽ നമ്മൾ പോവാത്ത സ്ഥലങ്ങളില്ല ഒന്നുമില്ല. ഞാൻ ഒരുപാട് റെക്കോർഡൊക്കെ അടിച്ച വണ്ടിയാണിത്. റെക്കോർഡ് അടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓവർ സ്പീഡ് കയറ്റി 150, 160 ഒന്നുമല്ല. ഞാൻ അത്യാവശ്യം വണ്ടി ഓടിച്ച് തെളിഞ്ഞൊക്കെ ഈ വണ്ടിയിലാണ്. ഈ വണ്ടിയുടെ ഓണറാണ് നല്ലൊരു വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചും തന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ആദ്യമായിട്ട് 15 കിലോമീറ്ററൊക്കെ ചേർത്ത് ഓടിച്ച ഈ വണ്ടിയിലായിരുന്നു. പിന്നെ അത് പഠിക്കാൻ വേണ്ടി 30 ആയി. പിന്നെ നമ്മൾ അത്യാവശ്യം ലോങ് ട്രിപ്പ് പോയതില്ലല്ലേ ഡേ? റോസ്മല ഇതിലല്ലേ പോയത് അല്ലേ? റോസ്മല പോയതിലല്ലായിരുന്നോ? തന്നെ ഇതിലും വേറെ വെബ്സൈറ്റും കൂടെ ഉണ്ടായിരുന്നു. 2 വെബ്സൈറ്റിലാണ് നമ്മൾ റോസ്മല പോയത്. അതിൻ്റെയൊക്കെ പിക്കൊക്കെ പറ്റുമെങ്കിൽ ഞാൻ ആടിയതൊക്കെ അടിപൊളി വൈബായിരുന്നു. പിന്നെ കൊറോണ സമയത്ത് ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആദ്യത്തെ 21 ദിവസം ഞാൻ പുറത്തേ ഇറങ്ങില്ലായിരുന്നു. ഇനി എന്ത് പറഞ്ഞ് വിളിച്ചാലും. അതിനുശേഷമാണ് ഞാൻ പുറത്തിറങ്ങി തുടങ്ങിയത്. പക്ഷേ സത്യം പറയാം, ആ കൊറോണ സമയമൊക്കെ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു കാലഘട്ടമായിരുന്നു. കാരണം നമ്മൾ ഇപ്പോൾ റിയാലിറ്റി വരെയൊക്കെ നമ്മളെ ഗ്യാങ്ങിലുണ്ടെങ്കിൽ നമ്മളെ ഗ്യാങ് നല്ല രീതിക്ക് വലുതായിരുന്നു. പക്ഷേ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഒത്തു കിട്ടാൻ പാടാണ്. പക്ഷേ കൊറോണ സമയത്ത് എല്ലാവരും പക്ഷേ നമ്മളെ ഗ്യാങ്ങിലുള്ള ഒരുത്തം പോലും വിടാതെ എല്ലാവരും വീട്ടിൻ്റെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കാരണം വെളിയിൽ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് ഉള്ള ഏരിയ ഉണ്ട്. നമ്മൾ ക്രിക്കറ്റൊക്കെ കളിക്കുമായിരുന്നു, വെളിയിലേക്ക് ഇറങ്ങി നടക്കുമായിരുന്നു. വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു പ്രാവശ്യം പോലും പോലീസൊക്കെ പിടിച്ചിട്ടില്ല. ആ സമയത്താണ് മറ്റേ ഡ്രോണൊക്കെ കൊണ്ടുവച്ചിട്ട് ഓരോരുത്തന്മാരെ പിടിച്ച് ഓടുന്നതൊക്കെ കാണുന്നത്. അതൊക്കെ നമ്മൾ ക്രിക്കറ്റ് കളിക്കാനൊക്കെ അവിടെ ഇരുന്നും ഇവിടെ ഇരുന്നൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വേറൊരു ഐഡിയ ഇറക്കി, വാക്സിൻ എടുക്കാൻ വേണ്ടി. വാക്സിൻ എടുക്കാൻ കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വാക്സിൻ എടുക്കാൻ പോകുമായിരുന്നു. പോലീസൊന്നും വെടിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ദൂരെയൊക്കെ വാക്സിൻ അടിക്കാൻ കൊടുത്തിട്ട് അവിടെ പോയി വാക്സിൻ എടുക്കുന്ന രീതിയിൽ പോയി കറങ്ങിയിട്ടൊക്കെ വരുമായിരുന്നു. പിന്നെ ഈ ഒരു വണ്ടിയിൽ നമ്മൾ പോകാത്ത സ്ഥലങ്ങളില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അതേപോലെ ഒരുപാട് മെമ്മറീസും ഈ ഒരു വണ്ടിയിൽ ഇപ്പോഴും ഉണ്ട്.
അതിനുശേഷം പിന്നെ എൻ്റെ വണ്ടി കിട്ടിയ ശേഷം ഞാൻ അതിൻ്റെ കാര്യം കൂടുതൽ പോയിട്ടുണ്ടെങ്കിലും ഫസ്റ്റായിട്ട് അത്രയും ലോങ്ങൊക്കെ പോയത് ഈ ഒരു വണ്ടിയിലാണ്. നമ്മളന്ന് റോസ്മേരിയൊക്കെ കൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി കാണിക്കാത്ത കഴപ്പുകളില്ല ഈ വണ്ടിയിൽ. അന്ന് 2 FC ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 50+ മൈലേജ് എന്തായാലും കിട്ടി ആ ഒരു ഓഫ് റോഡൊക്കെ ഓട്ടിച്ചിട്ടും. പിന്നെ ഓഫ് റോഡൊക്കെ ഓട്ടിക്കാനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു വണ്ടിയാണ്. പിന്നെ റൈഡ് കംഫർട്ട് ഇതിന് കിട്ടില്ല, റൈഡ് കംഫർട്ടാണ് ഫ്രണ്ടായാലും ബാക്കായാലും. എൻ്റെ വണ്ടിയിൽ ഫ്രണ്ട് കുറച്ച് ഞാൻ മോഡിഫൈ ചെയ്യേണ്ട കംഫർട്ട് ഉണ്ടെങ്കിൽ ബാക്ക് സീറ്റ് വലിച്ചും കംഫർട്ടില്ല. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമുക്ക് വീട്ടുകാരെയൊക്കെ കൊണ്ടുപോകാനും നല്ല എളുപ്പം, ഒന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവരാം. ഈ ഒരു ഫ്രണ്ട് ടാങ്കിന് അത്യാവശ്യം മസ്കുലർ ആയതൊരു കാട്ടുപോത്തിൻ്റെ പ്രതിയൊക്കെ നമുക്ക് ചില സമയത്ത് ഓടിക്കാൻ നേരത്ത് കിട്ടും. അപ്പോൾ ഞാൻ അത്യാവശ്യം തെളിഞ്ഞത് 150cc തെളിഞ്ഞെന്ന് വെച്ചാൽ ചെറിയ രീതിക്ക്, നല്ല രീതിക്ക് സ്വന്തമായിട്ട് കയ്യിലൊരു വണ്ടി ഇരുന്നാൽ മാത്രമേ നമ്മൾ തെളിയാൻ പറ്റൂ. അതെൻ്റെ ഒരു BS3 പൾസർ AF200 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിലാണ് ഞാൻ തെളിഞ്ഞത്. അപ്പോൾ ഈ ഒരു വണ്ടി എന്തുകൊണ്ട് ഇങ്ങനെ ആയെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ശരിയാക്കാൻ വേണ്ടി വെഞ്ഞാറമൂട് ഇപ്പോൾ സായി ടൈൽസിലോട്ട് പോകാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് വെഞ്ഞാറോട് ഒത്തിരി അങ്ങനെ പോകുന്ന ഇഷ്ടമല്ല, പേര് കേൾക്കുന്നത് ഇപ്പോൾ ഇഷ്ടമല്ല. വെഞ്ഞാറോട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ദയവേത് തെറി വിളിക്കരുത്. ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പണ്ടൊക്കെ നമുക്ക് ഈ വെഞ്ഞാറോട് പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുപാട് കടകളുണ്ട്, സ്കൂളുകളുണ്ട്, പിള്ളേരെ കാണാം. പക്ഷേ ഇപ്പോൾ വെഞ്ഞാറോടൊന്ന് ആലോചിക്കുമ്പോഴേ ട്രാഫിക് ബ്ലോക്ക്, വെയിൽ, ചൂടാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. കാരണം ഇപ്പോൾ അങ്ങോട്ടൊക്കെ പോകാനേ പറ്റില്ല, എല്ലാ സമയത്തും ബ്ലോക്കാണ്, ഒരു സമയം ഒഴിയാതെ. അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇപ്പം ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകാൻ നേരത്തെ ആലോചിക്കുന്നുണ്ട് വെഞ്ഞാറമൂട് ഇറങ്ങാതെ എങ്ങനെ പോകാം, ആ രീതിയിലേക്കാണ്. ഇപ്പോൾ വെഞ്ഞാറ് ടച്ച് ചെയ്യുന്ന ഇഷ്ടമല്ല. ഈ വണ്ടിയിലേക്കാണെങ്കിൽ പിന്നെയും കുഴപ്പം. ഉച്ചയ്ക്കൊക്കെ വേറെ കുറച്ച് CC കൂടിയ വണ്ടിയൊക്കെ കൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആവിയാവും, നമ്മൾ പോലും അറിയാതെ നമ്മൾ ആത്മാവ് പുറത്ത് വരും. ആ ഒരു രീതിയിലോട്ട് ഇപ്പോൾ വെഞ്ഞാറോടൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലൈ ഓവറൊക്കെ വരുമ്പോൾ ആ ഒരു ബ്ലോക്കൊക്കെ മാറുമായിരിക്കും എന്തായാലും. അപ്പോൾ നമ്മളിപ്പോൾ അമ്പലമുക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സായി ടൈൽസിലോട്ട് പോകണം. ഞാൻ കുറച്ചൊക്കെ പറഞ്ഞ് നിങ്ങളെ ചെറുതായിട്ട് ബോറടിപ്പിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ എവിടെയായിരുന്നു എത്തിയത്? ക്യാഷ് നമ്മൾ ഈ ഒരു വണ്ടിയുടെ റിലയബിലിറ്റി പിന്നെ മീറ്ററൊന്നും വർക്കാകുന്നില്ല. നമ്മൾ ഈ വണ്ടി ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടൊന്നും റീസ്റ്റോറൊന്നും ചെയ്യാൻ പോകണില്ല, കാരണം ഓട്ടിക്കാനാളില്ല, വീട്ടിലേക്ക് വെക്കാനാണ്. ഇപ്പോൾ മറ്റേ സ്കൂട്ടർ കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് ഇതൊന്ന് ചെറിയ രീതിക്ക് റണ്ണിങ് കണ്ടീഷനാക്കണം. ഇപ്പോൾ റണ്ണിങ് കണ്ടീഷനൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മളിൻ്റെ ബാക്ക് ടയർ മാറുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം സ്പ്രോക്കറ്റ് മാറണമെന്നുണ്ടെങ്കിൽ സ്പ്രോക്കറ്റൂടെ മാറണം. കേസ് ഈ ഒരു വണ്ടി ഫസ്റ്റ് അടിയിൽ എടുക്കുമെന്നുള്ളത് എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ്. അപ്പോൾ കുറേ പേരൊക്കെ അതിലൊന്ന് പറഞ്ഞായിരുന്നു ഞാൻ ബാറ്ററി എടുത്ത് ചാർജ് ചെയ്തതിന് ശേഷമൊക്കെയാണ് സ്റ്റാർട്ടാക്കിയത്. അങ്ങനെയൊന്നുമല്ല, ഞാൻ എടുത്തുകൊണ്ട് വന്ന് താക്കോൽ ഇട്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ എടുത്തതാണ്. അല്ലാതെ അതിൽ കുറേ ചോദിച്ചു, കൂട്ടുകാരൻ പോയപ്പോൾ താക്കോൽ അതിലിട്ടിട്ടാണ് പോയതെന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല, താക്കോൽ ഞാൻ സ്റ്റാർട്ടാക്കാൻ വേണ്ടി കൊണ്ടിട്ടതാണ്. അതിനുശേഷം വീഡിയോ എടുത്തുകൊണ്ട് സ്റ്റാർട്ടാക്കിയെന്ന് മാത്രം. അല്ല, അതിലേക്ക് ഇപ്പോൾ കള്ളത്തരം വരേണ്ട ആവശ്യം എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. അതിപ്പോൾ ഞാൻ വണ്ടി ഇട്ടിട്ട് സ്റ്റാർട്ട് ആയില്ലായിരുന്നെങ്കിൽ ആ വീഡിയോ കുറച്ചുകൂടെ റീച്ച് ആയതന്നെ. ഞാൻ എന്തായാലും അത് സിൻസിയറായിട്ട് തന്നെയാണ് എടുത്തേക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ഉടായ്പൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ നമ്മളെ കൊറോണ ടൈം, പക്ഷേ കൊറോണ ടൈമിൻ്റെ വൈബ് നിങ്ങൾക്ക് ഇനി ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചിട്ടാൻ പോകുന്നില്ല. ഇപ്പം നമ്മൾ എന്തൊക്കെ പരിപാടി സെറ്റ് ചെയ്താലും എന്തൊക്കെ ചെയ്താലും നമ്മളെ ഗ്യാങ്ങിലുള്ള എല്ലാവരും ഒരേ സമയത്ത് ഒരിക്കലും ഇനി കൂടി കിട്ടാൻ പോകുന്നില്ല. ആ ഒരു കൊറോണ സമയത്ത് ഒഴിച്ച്, കൊറോണ സമയം കുറച്ച് വെച്ച് മരിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആ നാട്ടിൻപുറത്ത് കിട്ടിയ ഒരു വൈബ് പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയാൻ പറ്റാതെ, അത് അനുഭവിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം. നമ്മൾ പിന്നെ കൊറോണ സമയത്ത് മാസ്ക് വെച്ചുകൊണ്ടൊക്കെ പോകും, കളിക്കാൻ നേരത്തെ ഊരി വയ്ക്കുമായിരുന്നു. നിയമങ്ങളൊന്നും കംപ്ലീറ്റ് ആയിട്ട് പാലിച്ചിട്ടൊന്നുമില്ല. അന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കത്തായനെ, ഇന്നിപ്പോൾ പറഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ കേസ് ആ ഒരു വാക്സിനുണ്ട്, പൊന്നി ആ വീട്ടിൽ നിന്ന് വാക്സിനൊന്നും എടുക്കില്ലായിരുന്നു. ആ വീട്ടുകാരെന്നെ വാക്സിൻ എന്നെ കൂടെ നിർബന്ധിച്ച് എടുപ്പിച്ച് ആ തൊലിഞ്ഞ വാക്സിൻ എടുത്തതിന് ശേഷമാണെങ്കിൽ എനിക്ക് പനി വരാത്ത ദിവസങ്ങളില്ല ഗൈസ്. ആ വാക്സിൻ എടുത്തതിന് ശേഷം എൻ്റെ ഇമ്മ്യൂണിറ്റിയൊക്കെ മൊത്തത്തിൽ അടിച്ചങ്ങ് നന്നായി തന്ന രീതിയിലാണ് ഇപ്പോഴാണ് നിർത്തിയത്. പണ്ടൊക്കെ എനിക്കങ്ങനെ മാറ്റിലൊക്കെ പോയി കുളിച്ചിട്ട് തലവത്തായൊക്കെ വന്നാൽ പോലും പനിയൊന്നും പിടിക്കില്ല. വൈറ്റാമിൻ ചെറിയ 2 തുമ്മലൊക്കെ തുമ്മി അതൊക്കെ പോവായിരുന്നു. ഈ ഒരു വാക്സിൻ എടുത്തതിന് അന്ന് എനിക്ക് നല്ല കടുത്ത പനിയായിരുന്നു. രാത്രിയൊക്കെ ഞാൻ വിചാരിച്ച് ഞാൻ തട്ടിപ്പോകുന്നു പിറ്റേന്ന് രാവിലെ. അതിന് ശേഷം പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 5 കിലോമീറ്ററൊക്കെ വണ്ടി ഓടിച്ചിട്ട് വന്നതിന് എനിക്ക് ശരിക്കും പനി പിടിക്കും. ഡെയിലി പനിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബൂസ്റ്റർ ഡോസ് എടുത്തപ്പോഴും എനിക്ക് രാത്രി പനി വന്നു. അതിനുശേഷം ഇമ്മ്യൂണിറ്റി പവർ മൊത്തത്തിലെങ്ങ് പോയി. എനിക്ക് വീട്ടിൽ വെളിയിറങ്ങിയ പനി പറഞ്ഞ രീതിയിലോട്ടായി. പിന്നെ ഈ ഇടയ്ക്കാണ് അറിഞ്ഞത് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരുപാട് ഹൃദയാഘാതങ്ങളൊക്കെ കൊണ്ട് ഇന്ത്യയിലെ ആൾക്കാരൊക്കെ മരിക്കുന്നൊക്കെ ഉണ്ടെന്ന്. ആ വാക്സിൻ എടുക്കാൻ നേരത്തെ അവന്മാർ പറഞ്ഞ എങ്ങനെയൊന്നും അല്ല, അതില്ലെങ്കിൽ അത് ചെയ്യത്തില്ല, ഇത് ചെയ്യത്തില്ല, ഇവിടെ പോകത്തില്ല എന്നൊക്കെ. പക്ഷേ അത് എടുക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. എവിടെ ഒരുത്തനും ചോദിക്കുന്ന പോലുമില്ല. ആവശ്യമില്ല, എൻ്റെ ഹെൽത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയി. ഇപ്പോഴാണെന്നൊക്കെ റിക്കവർ ആയതെങ്കിലും ഹാർട്ട് ഫെയിലറൊക്കെ വരാൻ വേണ്ടി ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഏത് നിമിഷവും ഹാർട്ട് അറ്റാക്കൊക്കെ വരാം ആ വാക്സിനൊക്കെ എടുത്തവന്മാരാണെങ്കിൽ. ഇനിയെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ അവനും പറയുന്ന ഗവൺമെൻറ് പറയുന്നത് ചാരിപ്പോൾ എടുക്കാതിരിക്കുക. കുറച്ചാൾ വെയിറ്റ് ചെയ്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പണിയൊക്കെ കിട്ടുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് മാത്രം എടുക്കണം. ഞാൻ പിന്നെ എന്തായാലും നമ്മളിനി കുറച്ച് ഉണ്ട് കട, അപ്പോൾ അതുവരെയും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോകാമെന്ന് വെച്ചാൽ ആ രീതിയിലാണ് എത്തിയത്. നമ്മൾ റോസ്മല പോയിട്ട് ഒരുപാട് ട്രിപ്പ് ഞാൻ ഈ വണ്ടിയിൽ പൊട്ടിക്കാത്ത റെക്കോർഡ് എൻ്റെ റെക്കോർഡ് ഞാൻ തന്നെ പൊട്ടിക്കും. ആദ്യം 15 കിലോമീറ്റർ, പിന്നെ 30, പിന്നെ 40, 50, 70. ഇത് നമ്മൾ ഏറ്റവും ലോങ് റോസ്മല പോയിട്ടുണ്ട്. പിന്നെ ബോളക്കാട്, ബംഗ്ലാവ്, ബ്രൈമൂർ, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. പിന്നെ ചെറിയ
അടുത്തുള്ള സ്പോട്ടുകൾ ഫുഡ് സ്പോട്ട് അങ്ങനെ പോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ഇതിൽ തിരുവനന്തപുരത്തൊക്കെ പോയിട്ട് വരാൻ എനിക്ക് തോന്നുന്നു ഒരു 100-150 എണ്ണയൊക്കെ അടിച്ചാൽ കിടിലായിട്ട് പോയിട്ട് പറ്റും. ചേച്ചി ഞാൻ പറഞ്ഞില്ലേ വെഞ്ഞാറമൂടിൻ്റെ കാര്യം, ഇവിടെ എത്തുമ്പോഴേ ബ്ലോക്കാണ്. അത് വെയിലത്ത് കയ്യൊക്കെ കരുവാടനൊക്കെ ആവും. ഇനിയിപ്പോൾ കട തൊട്ട് അപ്പുറത്താണ്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഫുൾ സ്ലീവ് ഒന്നും പിടിച്ചിടുന്നില്ല. വെഞ്ഞാറമൂട് നശിച്ചു ഗൈസ്, നശിച്ചെന്ന് വെച്ചാൽ ബ്ലോക്ക് കൊണ്ട് നശിച്ചു, അങ്ങോട്ട് പോകാനേ തോന്നുന്നില്ല. ഈ നമ്മളെ കട എത്തിയിട്ടുണ്ട്. ഇവിടെ വലിയ കുറേ ട്രാക്ക് ടയറൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ ട്രാക്ക് ടയർ ഒന്നും അങ്ങനെ പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ട് ട്രാക്ക് ടയർ നമ്മൾ മാറുന്നതല്ല. ഇവിടെ എത്ര വയസ്സ് ടയർ ഇടണം? ഇതിലിപ്പോൾ എത്ര ഇടക്കണം? ടയർ ഞാൻ പറഞ്ഞില്ലേ ഇത്രയും മുട്ടയാണ്. മഴയത്തൊക്കെ ഓടിക്കഴിഞ്ഞാൽ വെള്ളത്തിറങ്ങി അപ്പഴേ തന്നെ പോകും. ഫ്രണ്ടൊക്കെ അത്യാവശ്യം ഉണ്ട്. അതിനുശേഷം സ്പ്രോക്കറ്റ് മാറണമെങ്കിൽ സ്പ്രോക്കറ്റ് മാറണം. അതിനുശേഷം വണ്ടി ഒന്ന് കഴുകണം, കുട്ടപ്പനാക്കണം. ഇവിടെ ട്രാക്ക് ടയറൊക്കെ ഉണ്ട്. ഇവിടെ എന്തോ കരിയൊക്കെ കിടപ്പെടുന്നത് സംഭവം. ഗൈസ് ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ പഴയ ടയർ സെറ്റപ്പൊക്കെ എടുത്തിട്ട് നീറ്റാകാൻ വേണ്ടി ഇതെനിക്ക് കരിയൊക്കെ വരെ അടിച്ചാണ് നീറ്റായിട്ട് വെക്കുന്നത്. അല്ലാതെ ഇതിലൊക്കെ പക്ക വേറൊരു കളറായിരിക്കും. ഈ ഒരു ഗ്രിപ്പ് കൊള്ളാമല്ലേ? ഞാൻ എൻ്റെ ടയർ മാറാൻ നേരത്ത് ഈ ഒരു ടൈപ്പ് ഗ്രിപ്പായിരിക്കും ഇനി ഇടുന്നത്. ആകുമ്പോൾ ഒരു അഡ്വഞ്ചർ ലുക്ക് കിട്ടും. ഇതിൻ്റെ 150 സൈസ് ഞാൻ ഒരുപാടൊന്നും അപ്ഗ്രേഡ് ചെയ്യുന്ന ട്രാക്ക് ടയർ എന്തായാലും എടുക്കുന്നില്ല. അല്ല ഇത് ഞാൻ ഇപ്പോൾ എൻ്റെ വണ്ടി ഇട്ടേക്കുന്നത് അപ്പോളോ അല്ല, റൈസിന് യൂസ് ചെയ്യേണ്ടാറുണ്ടോ? ഞാൻ സിയറ്റിൻ്റെ ഈ ഒരു സെയിം മോഡൽ ടയറാണ് എൻ്റെ വണ്ടി ഇപ്പോൾ ഇട്ടേക്കുന്നത്. അപ്പോളോ തന്നെ പെട്ടെന്ന് തേഞ്ഞിരും. അടുത്ത് നമ്മൾ ഈ ഒരു ഡിസൈനിലുള്ള ഏതെങ്കിലും ബ്രാൻഡ് ടയർ ആയിരിക്കും ഇടുന്നത്. ഇതാണ് ഞാൻ ഇട്ട ടയർ, സിയറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു റിവ്യൂ ഒക്കെ ഞാൻ ടയർ മാറാൻ നേരത്തെ എന്തായാലും അപ്ഡേറ്റ് ചെയ്തേക്കാം. അടുത്ത ഈ ഒരു മോഡൽ ഗ്രിപ്പായിരിക്കും ഞാൻ ബാക്കിലിടുന്നത്. ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ടയർസിൻ്റെ കളക്ഷനൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ബേസ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും ആണെന്നൊന്നും ആരും പറയുന്ന ആളായിരുന്നു. ഞാൻ ചുമ്മാ ടയർ മാറാൻ വേണ്ടി ഇവിടെ വന്നതാണ്. ഇതാണ് കണ്ടീഷൻ. കണ്ടാ, നോക്കിക്കഴിഞ്ഞാൽ മുഖം കാണാൻ പറ്റും. അമ്മ നല്ല രീതിക്ക് വണ്ടി തുരുമ്പുമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഈ നാട്ടിനെ കെട്ടുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെയാണെന്ന് നാട്ടിനെ കെട്ടുക. ഇവിടെയും അപ്പുറത്തും 2 സൈഡിലും കെട്ടും. ഈ ഒരു സൈഡ് ചെറുതായിട്ട് വണ്ടി എന്ന് പറയുമ്പോൾ പുതിയതാണ്. അതാണ് ഈ ഒരു കളർ ഇരിക്കുന്നത്. ഇപ്പുറത്ത് പഴയതാണ്. ഇതിൻ്റെ നട്ടും പോട്ട് ഷോറൂമില്ലാത്ത വണ്ടികൾ തേച്ചതാണ്. അവന്മാർ ഈ ഒരു സൈഡും പൊട്ടിച്ച് അതിൻ്റെ വെച്ച് നട്ടും പോട്ടെ കളഞ്ഞിട്ട് തന്നത്. അതുകൊണ്ട് ഇനി നമ്മൾ ഷോറൂമിൽ കൊടുക്കുന്ന പരിപാടിയില്ല. നമ്മൾ ആദ്യം പണിയാൻ വേണ്ടി കൊടുത്തത് ഇതിൻ്റെ ഓയിലിംഗ് കിറ്റ് പോയായിരുന്നു. അപ്പോൾ കിളിമാൻ്റെ കൊണ്ടുവന്നപ്പോൾ അവന്മാർക്ക് ഇതിനെ പറ്റി ബിങ്ക അറിയില്ല. അതുകൊണ്ട് നമ്മൾ ആറ്റിങ്ങ ഷോറൂമിലാണ് കൊടുത്തത്. ഇവിടത്തെ പറ്റി ഇതിൻ്റെ ഒരു ഫ്യൂൽ പമ്പിൽ നിന്ന് ചെറിയൊരു സൗണ്ട് ഉണ്ടായിരുന്നു. ആ കാര്യം പറഞ്ഞപ്പോൾ അവന്മാർ പറഞ്ഞ് ഇഞ്ചക്ടർ മാറ്റണമെന്നാണ്. ഇഞ്ചക്ടർ മാറ്റി വെച്ചിട്ട് ആ ഒരു സൗണ്ട് മാറിയില്ല. അതല്ലായിരുന്നു എൻ്റെ കംപ്ലയിൻറ്റ്. പഴയ ഇഞ്ചക്ടർ ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നോക്കി കണ്ടൊക്കെ ഷോറൂമിലാണ് കൊണ്ട് കൊടുക്കുക. പണിയാറുന്ന ഷോറൂമിൽ മാത്രം കൊടുക്കുക. ചില സ്ഥലത്തൊക്കെ ജസ്റ്റ് തട്ടിക്കൂട്ട് സെറ്റപ്പാണ്. അവന്മാർക്ക് പണിയൊന്നും അറിയുന്നതും കൂടെ ആയിരിക്കും. പഴയതുണ്ട്, അത് പെട്ടെന്ന് തീരും. പുതിയ വാങ്ങിച്ചിടാം. ഗൂഗിൾ പേ ഉള്ളോ? ഗൂഗിൾ പേ ഇല്ലേ ഗൈസ്? നമ്മൾ കാർഡ് ഇവിടെ സ്വൈപ്പ് ചെയ്യില്ല. അങ്ങനെ കുറച്ച് ട്രാപ്പിഡാണ്. ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ. എൻ്റെ അക്കൗണ്ടിലാണെങ്കിൽ ഒരു 900 രൂപ മാത്രമേ ഉള്ളൂ. 900 രൂപയ്ക്ക് ട്രാക്ക് ടയർ മാത്രമായിട്ട് നമ്മളെന്തായാലും പുതിയാണ് വാങ്ങിക്കാൻ വേണ്ടി നോക്കുന്നത്. ഇത് റേഡിയലാണോ? വലിയ പൈസ കാണും. യൂഫിഡ് വലിയ സൈസ് കാണും, ഭയങ്കര വലുത്. മൈലേജ് ഒന്നും കിട്ടുന്നില്ല. അത് പെട്ടെന്ന് തീരോടെ യൂഫിഡ്. ഇതല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കുന്ന ടയർ. എന്നാൽ 3300 അല്ലേ അണ്ണാ? 3300 അല്ലേ? അപ്പോൾ ഇതാണ് ടയർ. 3300 ആവും. ഇത് മാക്സിസിൻ്റെ 140, 60, 17 സെഷൻ ടയറാണ്. മാക്സിസ് അല്ല, മാക്സിസ് അല്ല ഗേസ്, ഇത് എക്സ്ട്രാ മേഫ് എന്ന് പറഞ്ഞൊരു മോഡൽ ടയറാണ്. അപ്പോൾ നമ്മളെന്തായാലും ടയർ അപ്സൈസ് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. കറക്റ്റ് സ്റ്റോക്ക് ടയർ തന്നെ ഇടുകയാണ്. ഈ FC 150cc വണ്ടിയാണെങ്കിലും ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത്രയും തടിമാന ടയറുകൾ അവതരിപ്പിച്ച വണ്ടി FC ആണ്. ഇതല്ല എഫ്സിൻ്റെ V1 ആയാലും V2 ആയാലും അതിൽ കണ്ടറിയാൻ പറ്റും വലിയ ടയർ. അതൊക്കെ കുട്ടിക്കാലത്ത് അത്യാവശ്യം തടിമാന ടയറുകളുമായി നമ്മളെ റോഡ് അടക്കി ഭരിച്ചൊരു മുതലാണ് FZ. അപ്പോൾ അതിൻ്റെ തന്നെ കുറച്ചുകൂടി അപ്ഡേറ്റ് ആയിട്ടുള്ള വെർഷനാണിത്. നമുക്കിനി ടയർ മാറുന്ന കാണാം. ടയർ മാറുന്നതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതൊന്നുമില്ല. കാരണം ടയർ നിങ്ങൾ സ്വന്തമായിട്ട് മാറേണ്ട ആവശ്യം വരുന്നില്ല. കടയിൽ കൊണ്ട് കൊടുക്കുക, അവർ മാറത്തരും. ആ സെറ്റപ്പ് മാത്രമല്ല, ജസ്റ്റ് ഷോർട്ട് ക്ലിപ്സ് പോലെ ആഡ് ചെയ്തേക്കും. കാരണം ക്യാമറയുടെ ചാർജും കുറച്ചൊന്നും കുറവാണ് നമ്മുടെ കയ്യിൽ. പ്ലാൻ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. ആ ടയർ മാറ്റി ഇതിലോട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ അപ്പോളോയുടെ 140, 70, 17 എടുത്തത്. ഇതിന് 3300-ഉം അതിന് 3500-ഉമാണ്. സ്ഥിരം എടുക്കാത്ത വണ്ടി ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് ഫണ്ടൊന്നും അതിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഇതാണ് ഇപ്പോൾ ഇടാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഗ്രിപ്പുകളൊക്കെ കാണിച്ചു തരാം.
വണ്ടിയുടെ ടയർ മാറിയിട്ടുണ്ട്. വണ്ടിക്ക് അത്യാവശ്യം ജീവൻ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച കണക്കല്ല, വെളിയൊക്കെ നല്ല രീതിക്ക് വെള്ളം ഇരുന്നാലും അകത്തൊക്കെ നല്ല ടയറായിരുന്നു. പിന്നെ കുറച്ചുകൂടെ പണിയുണ്ട്. ഇനി നമുക്ക് സ്പ്രോക്കറ്റ് ചേഞ്ച് ചെയ്യണം, വണ്ടിയുടെ ഓയിൽ മാറണം, ഫ്രണ്ട് ബ്രേക്ക് പാഡ് മാറണം, ഒന്ന് കഴിവ് എടുത്തേക്ക് വണ്ടിയുടെ പരിപാടി കഴിയും. വണ്ടി എടുത്താൽ പോകാൻ പാ. പിന്നെ ഗൈസ് വെഞ്ഞാറമൂടാണ് എനിക്കിവിടെ ഓടിക്കാൻ ഇഷ്ടമല്ല. ഇവിടെ അല്ല, എനിക്ക് ബ്ലോക്കിലേക്ക് കിടന്ന വണ്ടി ഓടിക്കാൻ ഇഷ്ടമല്ല. മലകളും കുന്നുകളും കാടുകളും ഓഫ് റോഡൊക്കെ ഓടിക്കാൻ ഇഷ്ടമാണെങ്കിലും ബ്ലോക്കിൽ നിൽക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിനി വണ്ടിയുടെ ബാക്കിലായിരിക്കും ഇരിക്കുന്നത്. നല്ലതൊക്കെ ചൂടാണ്. നമ്മൾ വെള്ളമൊക്കെ വാങ്ങിച്ച് ഇവിടെ ഇരുന്നപ്പോൾ തന്നെ കൂടി ഇത്രയും തീർത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാം. നമ്മളിനി G93 പോകാൻ പോകുന്നത്. അപ്പോൾ വെഞ്ഞാറയുടെ ബ്ലോക്കില്ലെന്ന് പ്രതീക്ഷിക്കാം. സാധാരണ അവിടെ എപ്പോൾ പോയാലും ബ്ലോക്കാണ്. കാരണം വെറുപ്പീര് ബ്ലോക്കാണ്. സത്യം പറഞ്ഞാൽ ഒരു ആവശ്യമില്ലാത്ത ബ്ലോക്കാണ് കാണാൻ തോന്നുന്നത്. ഫ്ലൈ ഓവറൊക്കെ വന്നിട്ട് വേണം അതൊക്കെ ഒന്ന് മാറി പഴയ രീതിയിലോട്ട് വെഞ്ഞാറമൂടിനെ അതിൻ്റെ പ്രൗഡിലോട്ട് കൊണ്ടുവരാൻ. വെഞ്ഞാറമൂടിന് അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഞാൻ ഒരു ഫ്ലോയിലെങ്കിലും പറഞ്ഞതാണ്. ആ ബ്ലോക്കിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. നിന്ന് വെറുപ്പീരാണ്. വലിയക്ക് വെയിലൊന്ന് താന്നിട്ടുണ്ട് കുറച്ച്. വെള്ളമാണ് അവനൊക്കെ ഇപ്പം ഇടിച്ചിട്ട് തന്നെ മരുന്നേക്കാം. ഞാൻ ഓടിക്കാതെ നന്നായി. ഞാനാണെങ്കിൽ മരുന്നൊക്കെ ഇടിച്ചിട്ടേനെ. ഈ വണ്ടിയുടെ ബാക്ക് ഇരിക്കുന്ന അല്ലെങ്കിൽ കംഫർട്ടാണ്. പിന്നെ ഈ വണ്ടിയുടെ ബാക്ക് നമുക്ക് പിടിച്ചിരിക്കേണ്ട ആവശ്യം പോലും ഇല്ല. കയറി ഇരിക്കുമ്പോഴേ അങ്ങ് സെറ്റാവും. അല്ലെങ്കിൽ വൈഡ് ഫീറ്റാണ്. ഇരുന്ന് അങ്ങ് പോകാൻ എത്ര ദൂരം വേണം. ഈ ഒരു ക്യാമറയുടെ അടിയിൽ കൂടിയാണ് നമ്മളൊരു സ്കൂട്ടിയിൽ വീണിട്ടുണ്ട് തള്ളിക്കൊണ്ടൊക്കെ പോയത്. പക്ഷേ ഇന്ന് നമ്മൾ രണ്ടുപേരും ഹെൽമെറ്റുള്ളതുകൊണ്ട് നമുക്ക് തള്ളാതെ ക്യാമറ അടിയിൽ കൂടെ നെഞ്ചും വിരിച്ച് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് ഞാൻ PSCക്കൊക്കെ വരുന്നത്. അപ്പോൾ വെഞ്ഞാറമൂട് വഴി കറങ്ങി പോകേണ്ട നമ്മൾ ഈ ഒരു ഷോർട്ട് കട്ട് വഴിയാണ് കയറി പോകുന്നത്. അല്ലെങ്കിൽ ബ്ലോക്കിൽ പെടേണ്ടി വരുമെന്നുള്ള രീതിയിൽ ഈ ഒരു ഡ്രൈവർ ഈ വണ്ടി ഓടിക്കുന്നത് നമ്മൾ ലൈഫ് ഇതിൽ തന്നെ ഇന്ന് തീരും. കാരണം ഒരു ചെറുതായിട്ട് വണ്ടി നിൽക്കാൻ പഠിച്ചതിന് ശേഷം 20, 30, 40 പോകുന്നത്. മീറ്റർ വർക്കാകത്തോണ്ട് സ്പീഡ് പറഞ്ഞു കഴിഞ്ഞാലും 50 പോകണമെന്നേ പറയൂ. നമ്മൾ കുറച്ച് നേരം അവിടെ എത്താൻ വേണ്ടി എടുക്കും. അതുകൊണ്ട് നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം. അതായിരിക്കും എന്തുകൊണ്ട് ബെറ്റർ. ബ്ലോക്കാണെന്ന് അത് ഒരു നേരത്തും ഇല്ലാത്ത ബ്ലോക്കാണ് ഈ വെഞ്ഞാറമൂട് സൈഡിൽ. ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് അപ്പുറത്തെത്തി അല്ലെങ്കിൽ വീട്ടിൽ പോയാൽ മതിയെന്ന് തോന്നും. ചില സമയത്തൊക്കെ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വെളിയിറങ്ങേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നെന്നായിരിക്കും തോന്നുന്നത്. ഒരു അമ്മാരി ബ്ലോക്കാണ്. എക്സസൈസൊക്കെ ഉണ്ട്. നമ്മളെ വേദനയൊക്കെ തൂക്കിയത് അറിഞ്ഞാണ്. അതുകൊണ്ട് നമ്മൾ ലഹരിക്കെതിരെ ഒന്നും സംസാരിക്കുന്നതൊന്നുമില്ല. നാളെ നമ്മളെ പിടിച്ചുകൊണ്ട് പോയിട്ട് എല്ലാവരുടെ ട്രോളി കണക്കും. നമുക്ക് ജനിച്ചാൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങോട്ടുള്ള ബ്ലോക്ക് മാറെങ്കിലും അങ്ങോട്ട് തിരിച്ചു പോകാൻ നല്ല ബ്ലോക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഇവിടെ അവസ്ഥ. അപ്പോൾ ഓയിൽ മാറി സ്പ്രോക്കറ്റ് മാറി ഫ്രണ്ട് ഇത് മാറിയാൽ പോലെ FC-യുടെ ഓയിൽ മാറണം, സ്പ്രോക്കറ്റ് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അത് മാറണം, ഫ്രണ്ട് ബ്രേക്ക് പാഡ് മാറണം. അയ്യോ ഗൈസ്, അപ്പോൾ ഞാൻ എല്ലാം മാറിയിട്ട് തിരിച്ചു പോകുന്ന വഴിക്കായിരിക്കും ഇനി ബാക്കി കാറിൽ കാണിക്കുന്നത്. ഇവിടെ ഭയങ്കര വെയിലാണ്. അപ്പോൾ നമ്മൾ ആൽബിൻ ഓയിലൊക്കെ മാറിയപ്പോൾ ഇപ്പോൾ കിട്ടും. നമ്മൾ ആൽബിൻ ചെറുക്കനൊക്കെ പണിയുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പണിത് തീർന്നതിന് ശേഷം കാണാം. എത്ര റേറ്റൊക്കെ തിരിച്ചു വേണമെങ്കിൽ പറഞ്ഞുതരാം. ഗൈസ്, അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ബൈക്ക് വാഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഓയിൽ ഫിൽറ്റർ, ഫ്രണ്ട് ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ നമ്മൾ റോളോണ്ട ബ്രാസ് കോട്ടഡ് ചെയിൻ സ്പ്രോക്കറ്റ് ഇട്ടിട്ടുണ്ട്. കാരണം വണ്ടി ഒരുപാട് നാളെ കയറ്റി വയ്ക്കേണ്ടതായതുകൊണ്ട് അങ്ങനെ ഇട്ടേക്കുന്നത്. പിന്നെ മാറിയതിന് ശേഷം നല്ല രീതിക്ക് വണ്ടി ഓടിക്കാൻ സ്മൂത്ത് ആയിട്ടുണ്ട്. ആ ഒരു ചെയിൻ സ്പ്രോക്കറ്റ് മാറുമ്പോൾ ഒരു വൈറ്റ് ഗ്രീസ് ഇടുമ്പോൾ നല്ല രീതിക്ക് സ്മൂത്താണ് വണ്ടി ഓടിക്കാൻ. പിന്നെ ഓയിൽ മാറി. ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ചെറിയൊരു സ്റ്റെബിലിറ്റി ഇഷ്യൂസ് മാത്രമേ ഫേസ് ചെയ്യുന്നത്. ആ കോൺഫെറ്റിൻ്റെയാണ്. കോൺഫെറ്റിൻ്റെ വില ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് 2000 എത്രയെന്നാണ്. എൻ്റെ വണ്ടിക്കൊക്കെ 450 ഉള്ളൂ. അപ്പോൾ ഏകദേശം എൻ്റെ ഇതിൻ്റെയൊക്കെ മെയിൻ്റെനൻസ് കോസ്റ്റും പെട്രോളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആൾമോസ്റ്റ് സെയിം ആയിരിക്കണം. വണ്ടി കഴിവുകയാണ്. പിന്നെ എൻ്റെ ക്യാമറയിൽ ഒട്ടും ചാർജില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇതോടുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ മാറിയ സാധനത്തിൻ്റെയൊക്കെ പ്രൈസ് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ലൈക്ക് അടിക്കാതെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വീഡിയോ ആരും കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്തേക്കണം. അപ്പോൾ കഴിവിട്ടുള്ള വീഡിയോ ഞാൻ ഫോണിൽ എടുത്ത് കാണിച്ചു തരാം. നമ്മൾ ബായിമാർ വണ്ടിയൊക്കെ കഴുകി തരികയാണ്. ഈ ബായി നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ ID ഒക്കെ വാങ്ങിച്ച് നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പണിത് പുതിയ വണ്ടിയൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ചെറിയ ക്രഷിങ് ചാനലൊക്കെ ഉണ്ട്. തൽക്കാലത്തേക്ക് ഇത്രയേ ചെയ്യുന്നുള്ളൂ. ബാക്കി എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ഞാൻ വീഡിയോ അപ്ഡേറ്റ് ചെയ്തേക്കാം. കണ്ടില്ലേ ആ ഒരു ഫിനിഷിങ്, ആ ഒരു അഴുക്കും പൊടിയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് വേറെ പ്രത്യേകിച്ച് പറയത്തൊക്കെ കംപ്ലൈൻറ്റ് കാണാനൊന്നുമില്ല. അപ്പോൾ ക്യാമറ ഔട്ട് ആവുന്നതിന് മുമ്പ് ദിസ് ഈസ് ജാസ് സൈനിങ് ഓഫ്. ബൈ ബൈ.